ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ മാത്സിലെ 9ാമത്തെ പാഠഭാഗമായിട്ടുള്ള വരകളും കോണുകളും എന്നുള്ള പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ആൻസേഴ്സ് ഫൈൻഡ് ചെയ്യുന്നും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും അതുപോലെ തന്നെ ബാക്കി എല്ലാ സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണണം. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ടേം ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നതാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. വരകളും കോണുകളും. കൂട്ടിമുട്ടുന്ന വരകൾ. കോണുകൾ വരക്കാനും അളക്കാനും എല്ലാം പഠിച്ചല്ലോ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ആംഗിൾസ് എന്നുള്ള പാഠഭാഗത്തിൽ എന്താണ് കോണുകൾ എന്നും എങ്ങനെയാണ് അത് വരക്കുന്നത് എന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഒരു വര വരച്ച് അതിൻ്റെ ഒരറ്റത്തു കൂടി മറ്റൊരു വരയും വരച്ചാൽ ഒരു കോണായി അല്ലേ. ഇപ്പോൾ ഇതൊരു വരയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു വരയാണ് അല്ലേ. ഇനി ഇതിൻ്റെ ഒരറ്റത്ത് നിന്ന് നമ്മൾ അടുത്തൊരു വര വരക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു കോൺ ഉണ്ടാവും അല്ലേ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൺ എന്ന് പറയുന്നത്. ഓക്കെ, കോണ്. അപ്പോൾ ഇവിടെ ഇതാണ് കോണ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ വര കുത്തനെ മേൽപോട്ട് വരച്ചാൽ അതെന്തായിട്ട് മാറും? മട്ടകോണായിട്ട് മാറും. അഥവാ ഇതൊരു വരയാണ്. ആ വരയിൽ നിന്നും നേരെ മേൽപോട്ടാണ് വരക്കുന്നത് എങ്കിൽ ഇവിടെ ഒരു കോൺ ഉണ്ടാവും അല്ലേ. ഈ കോണിന് നമ്മൾ പറയുന്ന പേരെന്താണ്? മട്ടകോൺ എന്നാണ് പറയുന്നത്. മട്ടകോണിൻ്റെ പ്രത്യേകത എന്താണ്? ഇതെപ്പോഴും 90 ഡിഗ്രിയിലായിരിക്കും. 90 ഡിഗ്രിയിലുള്ളതിനെയാണ് നമ്മൾ മട്ടകോണ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഭാഗത്തേക്ക് ചെരിച്ചു വരച്ചാൽ മട്ടത്തേക്കാൾ ചെറുതായിരിക്കും, മറുഭാഗത്തേക്ക് ചെരിച്ചു വരച്ചാൽ മട്ടത്തേക്കാൾ വലുതായിരിക്കും. ഇതാണ് മട്ടകോണ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു വരയെ നമ്മൾ ഇങ്ങോട്ട് വരക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ചെറുതായല്ലേ. അപ്പോൾ ഇത് മട്ടകോണാണോ? അല്ല, ഇത് ചെറിയ കോണാണ്. ഇനി അതല്ല, വര വരച്ചിട്ട് നമ്മൾ അതിനെ ഇങ്ങോട്ടാണ് വരക്കുന്നതെങ്കിലും ഇവിടെയും കോൺ ഉണ്ടാവും, പക്ഷേ ഇതും മട്ടകോണല്ല. അപ്പോൾ ഇത് രണ്ടും മട്ടകോണല്ല. മട്ടകോൺ എന്ന് പറയുന്നത് ഇത് മാത്രം ആണ്. ഓക്കെ, അവിടെ തന്നിട്ടുണ്ട്. ഇത് മാത്രമാണ് മട്ടകോൺ എന്ന് പറയുന്നത്. ഇത് മട്ടകോണിനേക്കാൾ ചെറുതായിട്ടുള്ള കോണും ഇത് മട്ടകോണിനേക്കാൾ വലുതായിട്ടുള്ള കോണും ആണ്. അഥവാ ഇത് രണ്ടും എന്തല്ല? 90 ഡിഗ്രി അല്ല എന്ന് പറയാം. ഇതും 90 ഡിഗ്രി അല്ല. ഇത് മാത്രമാണ് 90 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് താഴെ മട്ടകോൺ എന്നാൽ എന്താണ്? മട്ടം എന്നാൽ 90 ഡിഗ്രിയിലുള്ളതാണ് മട്ടം എന്ന് പറയുന്നത്. 90 ഡിഗ്രി അല്ലാത്തതൊന്നും മട്ടമല്ല. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ ചെറിയ കോണ് 60 ഡിഗ്രി ആണല്ലോ. അപ്പോൾ ഇത് മട്ടകോണാണോ? അല്ല. ഇത് 110 ഡിഗ്രി ആണ്. ഇതും മട്ടകോണല്ല. ഇതിൻ്റെ എത്രയാണ്? ഇതിൻ്റെ ആംഗിൾ അല്ലെങ്കിൽ കോൺ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഇത് മാത്രമാണ് നമ്മൾ മട്ടകോൺ എന്ന് പറയുന്നത്. ഇനി താഴെ പറയുന്നുണ്ട്, ഇനി ഒരു വര വരച്ച് മറ്റൊരു വര ഒരറ്റത്ത് നിന്ന് വരക്കുന്നതിന് പകരം വരയിലെ വേറൊരു സ്ഥാനത്ത് കൂടി വരച്ചാലോ എന്നാണ് ചോദിക്കുന്നത്. അത് കുത്തനെയോ ചെരിഞ്ഞോ എങ്ങനെ വേണമെങ്കിലും ആവാം അല്ലേ. അഥവാ ഇതൊരു വര നമ്മൾ പറഞ്ഞു, ഇതിനെ ഇവിടുന്ന് നേരെ വരക്കുകയാണെങ്കിൽ മാത്രം ഇത് മട്ടകോണാവുന്നുള്ളൂ. ഇനി നമ്മൾ ഇങ്ങനെ ഒരു വര വരച്ചു, ഇവിടെയാണ് വരക്കുന്നതെങ്കിലോ ഇവിടെയും ഒരു കോണ് കിട്ടും, ഇവിടെയും ഒരു കോണ് കിട്ടും അല്ലേ. ഇപ്പോൾ ചിത്രത്തിൽ ഇവിടെ ഒരു കോണുണ്ടാവും, ഇവിടെ ഒരു കോണുണ്ടാവും. 2 കോണുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി അത് ചെരിഞ്ഞാണ് വരക്കുന്നത് എങ്കിലും ഇവിടെയും കോണ് കിട്ടും, ഇവിടെയും കോണ് കിട്ടും. ഇവിടെയും ഇതുപോലെ തന്നെ ഇവിടെയും കോണ് കിട്ടും, ഇവിടെയും കോണ് കിട്ടും. അപ്പം അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 കോണുകൾ കിട്ടും. എങ്ങനെ വരച്ചാലും രണ്ടാമത്തെ വരയുടെ ഇരുവശത്തായി 2 കോണുകൾ ഉണ്ടാകുമല്ലോ അല്ലേ. 2 കോണുകളുണ്ട്. ഇവിടെയും ഒരു കോണ് കിട്ടും, ഇവിടെയും ഒരു കോണ് കിട്ടും. എല്ലാ ചിത്രത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ വര കുത്തനെയാണെങ്കിൽ ഇരുവശത്തും മട്ടകോണ് കിട്ടും. അഥവാ ഇതെന്താണ്? ഇവിടെ 90 ഡിഗ്രി എന്ന് കിട്ടും, ഇവിടെയും നമുക്ക് 90 ഡിഗ്രി കിട്ടും. കാരണം ഇതെന്താണ്? മട്ടകോണായതുകൊണ്ടാണ് 90 ഡിഗ്രി. ഇവിടെയും കോണ് കിട്ടും, ഇവിടെയും കോണ് കിട്ടും. പക്ഷേ ഇത് 90 ഡിഗ്രി അല്ല, പക്ഷേ എന്താണ്? അതും 2 കോണുകളാണെന്ന് പറയാം. ഇനി ചെരിഞ്ഞാണെങ്കിൽ ഒരു വശത്ത് മട്ടത്തേക്കാൾ കുറവാണ് അല്ലേ. ഇതെന്താണ്? മട്ടത്തേക്കാൾ കുറവും, ഇത് മട്ടത്തേക്കാൾ കൂടുതലും ആയിരിക്കും. മറുവശത്ത് മട്ടത്തേക്കാൾ കൂടുതലും ആയിരിക്കും അല്ലെ. ഇത് രണ്ടും മട്ടമാണ്. ഇത് മട്ടത്തേക്കാൾ കുറവും, ഇത് കുറവ്. ഇതെന്താണ്? ഇത് മട്ടത്തേക്കാൾ കൂടുതലും ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെയും ഇത് മട്ടത്തേക്കാൾ കൂടുതലായിരിക്കും, ഇത് മട്ടത്തേക്കാൾ കുറവും ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അല്ല എന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈനാണ് വരക്കുന്നത് എങ്കിൽ ഇത് രണ്ടും എന്തായിട്ട് കിട്ടും? മട്ടമായിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു വര വരച്ച് അതിലെ ഒരു ബിന്ദുവിലൂടെ ചുവടെ കാണുന്നത് പോലെ 50 ഡിഗ്രി വരക്കുക. 50 ഡിഗ്രി കോണ് വരക്കാനാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 4 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റർ വര വരക്കുക. എന്നിട്ട് ഇതിൻ്റെ മധ്യബിന്ദു 2.5 ഇഞ്ചിൽ നമ്മൾ അടയാളപ്പെടുത്തുക. ഇനി മധ്യമല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ജസ്റ്റ് ഒരു മധ്യബിന്ദുവിൽ വരക്കുമ്പോൾ ഒന്നും കൂടെ കാണാനും ഭംഗിയുണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ
പ്രൊട്രാക്ടർ എടുത്തിട്ട് ഇതിൽ 50 ഡിഗ്രി അടയാളപ്പെടുത്തുക. അപ്പോൾ ഏകദേശം ഇവിടെയൊക്കെ ആയിട്ട് വരും. ഓക്കെ, എന്നിട്ട് അതിനെ നീട്ടി യോജിപ്പിക്കുക. അപ്പോൾ ഈ കോൺ എന്ന് പറയുന്നത് എത്രയാണ്? 50 ഡിഗ്രി കോണായിരിക്കും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ നോട്ട്ബുക്കിലും ഒന്ന് വരച്ചു നോക്കുക. ഇനി ഇത് മട്ടകോണിനേക്കാൾ എത്ര കുറവാണ് എന്നാണ് ചോദിക്കുന്നത്. മട്ടകോൺ എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രി ആണല്ലേ. ഇതുള്ളത് 50 ഡിഗ്രിയാണ്. അപ്പോൾ എത്രയാണ് കുറവ് എന്ന് പറയുന്നത്? 90 മൈനസ് 50 40 ഡിഗ്രിയാണ് കുറവ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇത് 50 ഡിഗ്രി ആണല്ലേ. മട്ടം വരുന്നത് എവിടെയാണ്? ഇവിടെയാണ് മട്ടം വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇത് കുറവുള്ളത്. ഈ കുറവ് എത്രയാണുള്ളത്? 40 ഡിഗ്രിയാണല്ലേ. കാരണം ഇത് മൊത്തം കിട്ടേണ്ടത് നമുക്ക് 90 ഡിഗ്രിയാണ്. അതിൽ 50 ഡിഗ്രി ഇവിടെ വന്നിട്ടുണ്ട്, ബാക്കിയുള്ളത് 40 ഡിഗ്രിയാണ്. അപ്പൊ ചെരിഞ്ഞ വരയ്ക്കും ലംബത്തിനും ഇടയിലുള്ള കോൺ എത്രയാണ്? ഈ ചെരിഞ്ഞ വരയ്ക്കും ഈ ലംബത്തിനും ഇടയിലുള്ള കോൺ എന്ന് പറയുന്നത് എത്രയാണ് കൂട്ടുകാരെ? 40 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ മറുവശത്തെ കോൺ മട്ടത്തേക്കാൾ എത്ര കൂടുതലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഉള്ളത് എന്താണ്? ഇവിടെയുള്ള കോൺ എന്ന് പറയുന്നത് ഇപ്പോൾ 90 ഡിഗ്രിയാണ്. പക്ഷേ ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ എത്രയായിരിക്കും? 90 പ്ലസ് 40 ആയിരിക്കും അല്ലേ. 90 പ്ലസ് 40 എത്രയാണ്? 130 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, 130 ഡിഗ്രി ആയിരിക്കും. ഇനി ഇവിടെ പറയുന്നുണ്ട്, ഇനി മറുവശത്തെ കോൺ പറയാലോ എന്നാണ് പറയുന്നത്. മറുവശത്തെ കോൺ എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ പറഞ്ഞു ഈ കോണാണല്ലേ. ഈ കോണും ഉണ്ടായിരിക്കും, ഈ കോണും ഉണ്ടായിരിക്കും. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു 40 ഡിഗ്രിയാണ്. ഇതെത്രയാണ്? മട്ട കോണായതുകൊണ്ട് 90 ഡിഗ്രിയാണ്. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഇതെന്ന് പറയുന്നത് എത്ര കിട്ടും? 130 എന്ന് കിട്ടും. ഇതെന്ന് പറയുന്നത് 50 എന്നും കിട്ടും. അപ്പോൾ ഒരു വശത്തെ കോണ് 50 ഡിഗ്രിയും മറുവശത്തെ കോണ് 130 ഡിഗ്രിയും ആയിരിക്കും. ഇനി ഈ ചിത്രം നോക്കൂ കൂട്ടുകാരെ. ഇവിടെ ചെരിഞ്ഞ വരയുടെ ഇടതുവശത്തുള്ള കോണ് എത്ര ഡിഗ്രി ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ ഇതാണ് കോണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇത് 90 ഇതും 90 ഇത് രണ്ടും മട്ടയാണ് അല്ലേ. മട്ട കോണായതുകൊണ്ടാണ്. അപ്പം ഇത് മൊത്തം എത്ര കോണാണ്? 90 പ്ലസ് 90 ആണല്ലേ. എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. ഇനി നമ്മൾ ഈ വരയിൽ ഇത് എങ്ങനെ വരച്ചാലും, ഇപ്പോൾ ഇങ്ങനെ ആയിക്കോട്ടെ എങ്ങനെ വരച്ചാലും ഇവിടുത്തെ ഇത്രയും കോണുകൾ എന്ന് പറയുന്നത് എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളെടുത്ത് പറഞ്ഞു ഇത് എത്രയാണ്? 60 ഡിഗ്രിയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആണെന്നാണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആകെ നമുക്കറിയാം ഇത് രണ്ടും കൂടെ 180 ഡിഗ്രിയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് കുറച്ചാൽ മതി? 60 ഡിഗ്രി കുറച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 180 നിന്നും 60 ഡിഗ്രി കുറച്ചാൽ 120 ഡിഗ്രി. അപ്പോൾ ഇതെന്ന് പറയുന്നത് എത്രയാണ്? 120 ഡിഗ്രി ആയിരിക്കും. വരകൾ ചേരുന്ന സ്ഥാനത്ത് നിന്ന് മുകളിലേക്ക് ഒരു ലംബം സങ്കല്പിച്ച് നോക്കൂ. വലതുവശത്തെ കോണ് 90 ഡിഗ്രിയേക്കാൾ എത്ര കുറവാണ്? അപ്പം അങ്ങനെയും നമുക്ക് നോക്കാം അല്ലേ. ഇത് 60 ആണ്. ഇനി നമ്മളിവിടെ ലംബം വരക്കുകയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു ലംബം വരക്കുകയാണെങ്കിൽ ഇതെത്രയാണ്? ഇത് മൊത്തം 90 ആണല്ലേ. അപ്പോൾ 90 നിന്നും 60 പോയി കഴിഞ്ഞാൽ ഇത് 30 ആണ്. ഇതെത്രയാണ്? ഇത് 90 ആണ്. 90ഉം 30ഉം കൂടെ കൂട്ടി നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? 120 എന്നുള്ള ഉത്തരത്തിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഇടതുവശത്തെ കോൺ 90 ഡിഗ്രിയേക്കാൾ എത്ര കൂടുതലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ് കൂടുതലുള്ളത്? 120 ആണല്ലേ. 90 കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര കൂടും? 100, 120, 110, 120, 30 ഡിഗ്രിയാണ് കൂടുതലുള്ളത് അല്ലേ. അപ്പോൾ ഇടതുവശത്തെ കോൺ എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് വരകൾ കൂട്ടിമുട്ടുന്ന കുറച്ച് ചിത്രങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിലെ കോണുകൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു നോക്കാം. ഓക്കെ, ഒന്നാമത്തേത് ഈ കോൺ എന്ന് പറയുന്നത് 100 ഡിഗ്രിയാണ് അല്ലേ. നമ്മൾ പറഞ്ഞു മൊത്തം എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 180ൽ നിന്നും 100 മൈനസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എത്ര കിട്ടും? 0. ഇവിടെ 8ൽ നിന്നും 0ത്തിൽ നിന്നും 8 കുറക്കുക. എത്ര കിട്ടും? 8 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 80. ഇവിടെ 0 അപ്പോൾ ഈ കോൺ എന്ന് പറയുന്നത് 80 ഡിഗ്രിയാണ്. ഓക്കെ, ഈ കോൺ എന്ന് പറയുന്നത് 80 ഡിഗ്രി. ഇനി അടുത്തത് നോക്കൂ. ഈ കോൺ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടുപിടിക്കണം. ആകെ നമുക്കറിയാം 180 ആണ്. 180ൽ നിന്നും 45 നമ്മൾ കുറച്ച് നോക്കുക. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 0ത്തിൽ നിന്നും 5 കുറക്കാൻ പറ്റില്ല. ഇവിടുന്ന് ഒന്ന് ക്യാരി ഫോർ ചെയ്യുക, കടമെടുക്കുക. അപ്പോൾ ഇവിടെ 7 ആയി. 10ൽ നിന്നും 5 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 5. 7ൽ നിന്നും 4 കുറച്ച് കഴിഞ്ഞാൽ 3, പിന്നെ 1 ഇറക്കി എഴുതുക. അപ്പോൾ
എത്ര കിട്ടി? 135 ഡിഗ്രി എന്നുള്ളത് കിട്ടി. അടുത്തത് നോക്കൂ, ഈ കോൺ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ അടുത്ത കോൺ നമ്മൾ കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? 180 നിന്നും നമ്മൾ എന്ത് കുറക്കണം? 30 കുറച്ച് നോക്കണം. 0. 8 നിന്നും 3 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 5. ബാക്കി 1 ഇറക്കി എഴുതുക. 150 ഡിഗ്രിയാണ് ഈ കോൺ എന്ന് പറയുന്നത്. അടുത്തത് ഇങ്ങനെയാണ്, നേരെ തിരിച്ചാണ് തന്നിരിക്കുന്നത് അല്ലേ. എങ്ങനെ തന്നാലും നമുക്ക് കുഴപ്പമില്ല, നമുക്കറിയാം ഇത് മൊത്തം 180 ആണെന്ന് അറിയാൻ വേണ്ടി അറിയാം. അപ്പോൾ നമ്മൾ ഇവിടെ 80 ആണുള്ളത്. ഈ കോണ് കണ്ടുപിടിക്കണമെങ്കിൽ 180 നിന്നും 80 കുറച്ച് നോക്കുക. എത്ര കിട്ടും? 100 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഈ കോൺ എന്ന് പറയുന്നത് 100 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഓരോ കോണുകളും അതിൻ്റെ അളവ് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുത്തു. ഇനി അടുത്തതിലേക്ക് പോവാം നമുക്ക്. ഇനി ഈ കണക്കുകളിലെല്ലാം നമ്മൾ കണ്ടത് എന്താണ്? 2 വരകൾ കൂട്ടിമുട്ടുമ്പോൾ എന്തുണ്ടാവുന്നു? 2 കോണുകൾ ഉണ്ടാകുന്നു അല്ലേ. ഇപ്പോൾ 2 വരകൾ കൂട്ടിമുട്ടുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു കോണുണ്ടാവും, ഇവിടെയും ഒരു കോണുണ്ടാവും. അപ്പോൾ വരകൾ പരസ്പരം ലംബമാണെങ്കിൽ അത് എന്തായിട്ട് മാറും? പരസ്പരം ലംബമാണെങ്കിൽ ഇതും ഇതും മട്ടകോണമായിട്ട് മാറും. അല്ലെങ്കിൽ ഒരു കോണ് മട്ടത്തേക്കാൾ കുറവും മറ്റേത് മട്ടത്തേക്കാൾ കൂടുതലുമായിരിക്കും. ഒരു കോണ് ഇത് മട്ടത്തേക്കാൾ കുറവാണ്, ഇത് മട്ടത്തേക്കാൾ കൂടുതലാണ്. ഇനി ചെറിയ കോണ് മട്ടത്തേക്കാൾ എത്ര കുറവാണോ വലിയ കോണ് മട്ടത്തേക്കാൾ അത്രയും കൂടുതലായിരിക്കും. അഥവാ ഈ കോൺ എന്ന് പറയുന്നത് ഇത് 20 ഡിഗ്രി ആണെങ്കിൽ ഈ കോൺ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 160 ആയിരിക്കും. അപ്പോൾ ഇത് 20 ആണെങ്കിൽ ഇത് 160 ആണ് എന്നുള്ളത് കൂടുതലാണ്. അപ്പോൾ വരകൾ എങ്ങനെയായാലും അവ തമ്മിൽ കൂട്ടിമുട്ടിയാൽ എത്ര ഡിഗ്രി ആകും? 180 ഡിഗ്രിയാണ് ഉണ്ടാകുന്നത്. 2 വരകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന 2 കോണുകളെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? 2 വരകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന 2 കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ നിന്നും ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അവിടെ എത്ര കോണുണ്ടായിക്കോട്ടെ, 3 4 എത്ര കോണുണ്ടായിക്കോട്ടെ, 2 വരകൾ തമ്മിൽ മുഴുവനായിട്ടും കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെയാണെങ്കിൽ ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് എപ്പോഴും 180 ആയിരിക്കും. അതിങ്ങനെ പോയാലും ഇങ്ങനെ പോയാലും ഇതിൽ എത്ര കോണുണ്ടായാലും പ്രശ്നമില്ല. പക്ഷേ ടോട്ടൽ എന്ന് പറയുന്നത് 180 ആവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമുക്കിതിന് താഴെയുള്ള പ്രവർത്തനം നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ചുവടെയുള്ള ചിത്രത്തിൽ ഇടതുവശത്തുള്ള കോണ് എത്ര ഡിഗ്രിയാണ് എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 കോണുകൾ തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ മൊത്തം 3 കോണുകളാണുള്ളത്. ഇപ്പോൾ ഈ ഒരു വരയാണെന്ന് വിചാരിക്കാം. നമ്മൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കോണുണ്ടാവും, ഇവിടെ ഒരു കോണുണ്ടാവും, ഇവിടെ ഒരു കോണുണ്ടാവും. അപ്പോൾ എത്ര കോണുണ്ടായാലും കുഴപ്പമില്ല, ഇത് മൊത്തം 180 എന്നുള്ളത് മാത്രം നമ്മളവിടെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ 2 കോണുകൾ ഓൾറെഡി തന്നിട്ടുണ്ട്. ഒരു കോണാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഈ കോണാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? തന്ന 2 കോണുകളും കൂടെ കൂട്ടി നോക്കാം. എത്രയാണ്? 50 + 25. എത്രയാണ്? 50 + 25 75. ആകെ എന്ന് പറയുന്നത് നമുക്കറിയാം 180 ആണല്ലേ. അപ്പോൾ 180 നിന്നും നമുക്ക് എന്ത് ചെയ്യണം? 75 കുറച്ച് നോക്കുക. 0 നിന്നും 5 കുറക്കാൻ പറ്റില്ല, ഇവിടുന്ന് ക്യാരി ഫോർ ചെയ്യുക. ഇവിടെ 7 ആവും, ഇവിടെ 10. 10 നിന്നും 5 കുറച്ചാൽ ബാക്കി 5. 7 നിന്നും 7 കുറച്ചാൽ 0, ബാക്കി 1 ഇറക്കി എഴുതുക. അപ്പോൾ ഇവിടുത്തെ കോൺ എന്ന് പറയുന്നത് എത്രയാണ്? 105 ഡിഗ്രിയാണ്. ഓക്കെ, 105 ഡിഗ്രി വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് അല്ലേ. അടുത്ത പ്രവർത്തനം, ചിത്രത്തിലെ വരകൾക്കിടയിലുള്ള കോണിൻ്റെ അളവ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുള്ളത് എന്താണ്? സെറ്റ് സ്ക്വയേഴ്സ് ആണല്ലോ. നമ്മുടെ ബോക്സിലുണ്ടാവുന്ന സെറ്റ് സ്ക്വയർ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സെറ്റ് സ്ക്വയറിലുള്ള ആംഗിളുകൾ അല്ലെങ്കിൽ കോണുകളുടെ അളവ് എത്രയാണെന്ന് മനസ്സിലാക്കണം. ഈ സെറ്റ് സ്ക്വയർ നോക്കൂ. ഒന്നാമത്തെ സെറ്റ് സ്ക്വയർ ഇതെടുക്കുക. ഇതിലെ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, 90 ഡിഗ്രി ആയിരിക്കും. ഇത് എന്ന് പറയുന്നത് 45 ഡിഗ്രി ആയിരിക്കും. ഇതെന്ന് പറയുന്നത് 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത സെറ്റ് സ്ക്വയർ, രണ്ടാമത്തെ സെറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ഇതിൽ ചെറിയ അളവിൽ വ്യത്യാസം ഉണ്ടാവും. ഇവിടെ മേലെ എന്ന് പറയുന്നത് എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഇതെന്ന് പറയുന്നത് ഈ ചെറിയ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. ഇതെന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ കോണുകളുടെ ഇവിടെയുള്ള ഈ കോണുകളുടെ ഇതും കിട്ടി, നമുക്ക് ഇതും കിട്ടി അല്ല. ഈ 2 കിട്ടി. ഇനി ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം ഇത് മൊത്തം 180 ഡിഗ്രിയാണ്, 180 ഡിഗ്രി ആണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ഈ 60ഉം അതുപോലെ തന്നെ 45ഉം കൂടെ കൂട്ടി നോക്കുക. എത്ര കിട്ടും? 5 9 95 എന്നുള്ളത് കിട്ടും അല്ലേ. സോറി, 9 അല്ല 10. 6ഉം 4ഉം 10, 105 എന്നുള്ളത് കിട്ടും. ഇനി നമുക്കറിയാം ആകെയുള്ളത് 180 ആണ്. അപ്പോൾ 180 നിന്നും നമ്മൾ എന്ത് കുറക്കുക? 105 കുറച്ച് നോക്കുക. അപ്പോൾ 180 നിന്നും 105 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും?
ഇവിടെ 7 ആവും. 10, 10ൽ നിന്നും 5 കുറച്ചാൽ ബാക്കി 5, 7ൽ നിന്നും 0 കുറച്ചാൽ എത്ര കിട്ടും? 7. അപ്പോൾ എത്രയാ ഉത്തരം എന്ന് പറയുന്നത്? 75 ഡിഗ്രി ആണല്ലേ, 75 ഡിഗ്രിയാണ്. അപ്പോൾ 75 ഡിഗ്രി. ഇനി ഉത്തരം ശരിയാണോ നോക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 75ഉം അതുപോലെ തന്നെ 60ഉം 45ഉം കൂടെ കൂട്ടി നോക്കുക. എത്ര കിട്ടും? ബാക്കി 1, 7 1 8, 8 6 6 4 180. അപ്പോൾ മൊത്തം 180 കിട്ടുന്നുണ്ടെങ്കിൽ ഉത്തരം ശരിയാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത പേജിലും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. മൂന്നാമത്തേതാണ്, ചുവടെയുള്ള ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന 3 കോണുകളിൽ ഇടതും വലതും കോണുകൾക്ക് ഒരേ അളവാണ്, ഓരോന്നും എത്ര ഡിഗ്രിയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം ഈ നടുവിലെ ഡിഗ്രി എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് മൊത്തം 180 ആയതുകൊണ്ട് 180ൽ നിന്നും നമ്മൾ എന്ത് കുറക്കണം? 180ൽ നിന്നും ഈ 30 നമ്മൾ കുറച്ച് നോക്കുക. 180 മൈനസ് 30 എത്ര കിട്ടും? 180ൽ നിന്നും 30 കുറച്ചാൽ 150 എന്ന് കിട്ടും. ഇനി ഇതും രണ്ടും കൂടെ കൂടുമ്പോഴാണ് 150 കിട്ടുന്നത് അല്ലേ. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരേ അളവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 150നെ എന്തുകൊണ്ട്? 2 കൊണ്ട്, 2 ഭാഗങ്ങളല്ലേ ഉണ്ടാവുക, 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. 150 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടും? 150നെ 15ൽ എത്ര പ്രാവശ്യം പോവും? 7 പ്രാവശ്യം പോവും. 14 ബാക്കി 1 10ൽ 5 പ്രാവശ്യം പോവും. 75 എന്ന് ഉത്തരം കിട്ടും അല്ലേ. അപ്പോൾ എന്താണ്? ഓരോന്നും 75 വീതമാണ്. ഇത് 75 ഡിഗ്രി, ഇത് 75 ഡിഗ്രി. ഇനി ഇത് ശരിയാണോ നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? 75ഉം 75ഉം കൂടെ കൂട്ടി നോക്കുക. 75 പ്ലസ് 75 പിന്നെ എന്തുണ്ട്? 30ഉം കൂടെ ഉണ്ട് അല്ലേ. 5 5ഉം 10 ബാക്കി 1 7 14 15 15 3 18 180 എന്നുള്ളത് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഉത്തരം ശരിയാണ് എന്നുള്ളത് നമുക്ക് ഈ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി നാലാമത്തെ പ്രവർത്തനമാണ് നോക്കാൻ പോകുന്നത്. 2 വരകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന കോണുകളിൽ ഒരു കോണ് മറ്റേ കോണിൻ്റെ 2 മടങ്ങാണ്. കോണുകളുടെ അളവ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഒരു ലൈന് അല്ലേ, ഒരു വര, ഈ വര കൂട്ടിമുട്ടുന്ന അടുത്തത്, ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുമ്പോഴാണ് നമുക്ക് ഇവിടെ ഒരു ആംഗിളും ഇവിടെ ഒരു ആംഗിളും 2 കോണുകൾ ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഈ കോൺ, ഇതിലെ ചെറുത് ഏതാണ്? ചെറുതെന്ന് പറയുന്നത് ഇതാണല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡബിൾ ആണ് ഇത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടുകയും വേണം? 180 കിട്ടുകയും വേണം. അപ്പോൾ ഇവിടെ ഒരു നമ്പർ എടുത്ത് നോക്കൂ, ഏത് നമ്പറിൻ്റെ ഡബിൾ ആയിട്ട് വരുമ്പോഴാണ് 180 കിട്ടുന്നത് എന്ന് നമ്മൾ നോക്കണം അല്ലേ. ഇപ്പോൾ 30 ആണെങ്കിൽ 30 ഇത് വരികയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? 60 ആയിരിക്കും അല്ലേ. 30 60 90 കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടില്ല. 50 ആണെങ്കിലും കിട്ടില്ല. 50ഉം 100ഉം ആണ് വരിക അല്ല, 50ഉം 130 ആണ് വരിക. അപ്പോൾ അതും ഡബിൾ അല്ല. ഇനി 60 എടുത്ത് നോക്കൂ, 60ൻ്റെ ഡബിൾ എത്രയാണ്? 120 ആണല്ലേ. 120ഉം 60ഉം കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടും. അപ്പോൾ ഇവിടുത്തെ കോൺ എന്ന് പറയുന്നത് 60 ഡിഗ്രിയും ഈ കോൺ എന്ന് പറയുന്നത് 120 ഡിഗ്രിയും ആയിരിക്കും. അപ്പോഴാണ് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 180 കിട്ടുന്നത്. അപ്പോൾ കോണുകളുടെ അളവ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം 60 ഡിഗ്രി അതുപോലെ തന്നെ 120 ഡിഗ്രി. ഈ 2 കോണുകളാണ് ഉണ്ടായിരിക്കുക. അപ്പോഴാണ് ഇത് അതിൻ്റെ മടങ്ങായിട്ട് വരുന്നുള്ളൂ, 2 മടങ്ങായിട്ട് വരുന്നുള്ളൂ. ഇനി അടുത്തതിലേക്ക് കടക്കാം. നമുക്ക് മുറിച്ച് കടക്കുന്ന വരകളെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു വരയെ വേറൊരു വര മുട്ടുമ്പോൾ ഉണ്ടാകുന്ന 2 കോണുകളിൽ ഒരെണ്ണം അറിഞ്ഞാൽ മറ്റേ കോണ് കണക്കാക്കാൻ വേണ്ടി പറ്റും അല്ലേ. അഥവാ ഈ കോണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ കോണ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം എന്ത് ചെയ്താൽ മതി? 180ൽ നിന്നും ഇവിടെയുള്ള കോണായിട്ടുള്ള 70 കുറച്ച് നോക്കിയാൽ മതി. അപ്പോൾ 110 എന്നുള്ളത് കിട്ടും. അപ്പോൾ ഈ കോണ് 110 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി മുകളിലെ വര വിലങ്ങനെ വരയെ മുറിച്ച് താഴോട്ട് നീക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇതൊരു വര, ഇതിങ്ങനെ താഴോട്ട് നീക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കോണുണ്ടാവും, ഇവിടെ ഒരു കോണുണ്ടാവും, ഇവിടെ കോണാണ്, ഇവിടെ കോണ്. എത്ര കോണുകളുണ്ട്? 4 കോണുകൾ വരുന്നതാണ്. ഇപ്പോൾ താഴെയും 2 കോണുകളായി. ഇവയുടെ അളവുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. മുകളിലത്തെ നമുക്കറിയാം ഇത് 110 ആണെങ്കിൽ ഇത് 70 ആയിരിക്കും അല്ലേ. പക്ഷേ ഇതെത്രയാണ് എന്നുള്ളത് നമുക്കറിയില്ല, അത് നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ പറയുന്നുണ്ട് താഴെ വലതുവശത്തുള്ള കോണ് ആദ്യം കണക്കാക്കാം. അതിന് ചെരിഞ്ഞ വരയെ വിലങ്ങനെയുള്ള വരയുടെ വലതുഭാഗം മാത്രം നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ
ഇവിടെ നമുക്കറിയാം ഇതെന്ന് പറയുന്നത് എത്രയാണ് 70 ഡിഗ്രിയാണ് അല്ലേ. ഇപ്പം നമ്മൾ ഈ ഒരു വര മാത്രം എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇതെന്താണ്, ഇത് മൊത്തം എത്രയായിരിക്കും, 180 ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇത് 70 ആണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, 180-ൽ നിന്നും 70 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് എത്ര കിട്ടും, 110 എന്നുള്ളത് കിട്ടും. അപ്പോൾ ഈ കോൺ എന്ന് പറയുന്നത് 110 ആണ്. ഇനി അടുത്തത് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് ഈ ഭാഗമാണ്. ഈ ഭാഗത്ത് ഇവിടെ 2 കോണുകളുണ്ട് അല്ലേ. ഇത് 110 ആണ്. ഇത് മൊത്തം എത്രയായിരിക്കും, 180 ആയിരിക്കും. അപ്പോൾ ഈ 110 180-ൽ നിന്നും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് 70 എന്ന് കിട്ടും. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇത് 70 ആണ്, ഇത് 70 ആണ്. ഇത് രണ്ടും എങ്ങനെയുള്ള കോണുകളാണ്, ഓപ്പോസിറ്റ് കിടക്കുന്ന എതിർ ദിശയിലുള്ള കോണുകളാണ് അല്ലേ. അപ്പോൾ എതിർ ദിശയിലുള്ള കോണുകൾ എപ്പോഴും തുല്യമായിരിക്കും. അതുപോലെ ഇത് രണ്ടും എതിർ ദിശയിലുള്ള കോണുകളാണ്, ഇത് രണ്ടും തുല്യമായിരിക്കും. ഇത് 110 ആണെങ്കിൽ ഇത് 110, ഇത് 70 ആണെങ്കിൽ ഇത് 70. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ 180 കണക്കാക്കിയിട്ടും എഴുതാവുന്നതാണ്. അപ്പോൾ താഴത്തെ കോണുകളിലെ വലതുകോൺ നമുക്ക് കിട്ടി അല്ലേ. അഥവാ വലതുകോൺ എന്ന് പറയുന്നത് 110 എന്നുള്ള കോൺ നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ ചെരിഞ്ഞ വരയും വിലങ്ങനെയുള്ള വരയും താഴത്തെ ഇടത് കോൺ നമുക്ക് കിട്ടും. ഈ കോണായിട്ടുള്ള 70 എന്നുള്ളത് നമുക്ക് ഇവിടെ കിട്ടി. ഇപ്പോൾ വരകൾ മുറിച്ചുണ്ടാകുന്ന 4 കോണുകളായി ഏതൊക്കെയാണ്, 1 2 3 4 കോണുകൾ നമുക്കിവിടെ കിട്ടി. 4ൻ്റെയും തുകയും നമുക്ക് കിട്ടി അല്ലേ. ഇതിൽ നമ്മൾ പറഞ്ഞു ഈ 2 എണ്ണം ഏത് 2 എണ്ണമാണ്, ഇതും എന്താണ്, ഓപ്പോസിറ്റ് കോണുകളാണ്. അതുപോലെ തന്നെ ഇതും ഓപ്പോസിറ്റ് കോണുകളാണ്. ഓപ്പോസിറ്റ് കോണുകൾ അഥവാ എതിർ കോണുകൾ എന്ന് പറയുന്നത് എപ്പോഴും തുല്യമാണ് എന്നുള്ളത് നമ്മൾ അതിൽ നിന്നും പഠിച്ചു വെക്കുക. ഇതുപോലെ ഈ ചിത്രത്തിലെ മറ്റു 3 കോണുകൾ കണക്കാക്കാമോ എന്നാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്, നമുക്കറിയാം ഇവിടെ ആകെ ഒരു കോണ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ അല്ലേ. ഈ 50 ഡിഗ്രി മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. പക്ഷെ 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന കോൺ എന്ന് പറയുന്നത് ഇതാണ്. ഇത് എത്രയായിരിക്കും, 50 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്കൊരു കാര്യം അറിയാം, ഇത് മൊത്തം 180 ആണല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ 180-ൽ നിന്നും നമ്മൾ 50 കുറച്ച് നോക്കുക. എത്ര കിട്ടും, 130 എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇവിടുത്തെ കോൺ എന്ന് പറയുന്നത് 130 ഡിഗ്രി ആയിരിക്കും. കാരണം ഇത് രണ്ടും 180 ആവണമല്ലോ. ഇനി ഈ 130 എന്ന് പറയുന്ന ഈ കോണിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ഈ കോൺ എന്ന് പറയുന്നത്. ഇതും 130 തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ 2 ഓപ്പോസിറ്റ് കോണുകളും 130-ഉം ഇത് രണ്ടും 50-ഉം ആയിരിക്കും. ഇനി ഇത് മൊത്തം കൂടെ കൂട്ടി നോക്കിയാൽ നമുക്ക് എത്ര കിട്ടുമെന്നറിയോ, 360 എന്നുള്ളത് കിട്ടും. അതും കൂടെ നിങ്ങൾ എക്സ്ട്രാ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി ഇതിന് താഴെയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമുക്ക് നോക്കാം. 2 വരകൾ മുറിച്ചു കടക്കുന്ന ചില ചിത്രങ്ങളാണ് ചുവടെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെയുണ്ടാകുന്ന 4 കോണുകളിൽ ഒരെണ്ണത്തിൻ്റെ അളവ് ചിത്രത്തിലുണ്ട്. മറ്റു 3 കോണുകൾ കണ്ടുപിടിച്ച് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്ന് നമുക്ക് അടയാളപ്പെടുത്തി നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ അവിടെ നമുക്കറിയാം ഈ കോൺ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അതിൻ്റെ ഓപ്പോസിറ്റ് കോൺ എന്ന് പറയുന്നത് ഇതാണ്. ഇത് എത്രയായിരിക്കും, 45 ഡിഗ്രി ആയിരിക്കും. ഇനി എന്ത് ചെയ്താൽ മതി, ഈ 2 കോണും ഈ കോണും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്, 180 ആണ്. അപ്പോൾ നമ്മൾ 180-ൽ നിന്നും എന്ത് കുറക്കുക, 45 കുറച്ച് നോക്കുക. എത്ര കിട്ടും, ഇവിടെ ക്യാരി ഫോർ ചെയ്യുക, 7 10 10-ൽ നിന്നും 5 കുറച്ചാൽ 5, 7-ൽ നിന്നും 4 കുറച്ച് കഴിഞ്ഞാൽ 3, ബാക്കി 1. അപ്പോൾ ഈ കോൺ എന്ന് പറയുന്നത് 135 ഡിഗ്രിയാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് കോൺ എന്ന് പറയുന്നത് ഏതാണ്, ഈ കോണാണ്. ഈ കോൺ അപ്പോൾ എത്രയായിരിക്കും, 135 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്തത് ഇവിടെയുള്ള കോൺ തന്നിട്ടുണ്ട്. ഇത് എത്രയാണ്, 120 ഡിഗ്രിയാണ് അല്ലേ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഏത് കോണാണ്, ഈ കോണാണ്. ഈ കോൺ എതിർ ദിശയിലുള്ള ഈ കോണ് 120 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി ഈ കോണ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, 180-ൽ നിന്നും നമ്മൾ 120 കുറച്ച് നോക്കുക. എത്ര കിട്ടും, 0 6 എത്രയാണ്, 60 ഡിഗ്രി. അപ്പോൾ ഇവിടുത്തെ കോൺ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. ഇവിടെയും 60 ഡിഗ്രി തന്നെയായിരിക്കും. ഇനി എതിർ കോണുകൾ നമ്മളിപ്പോൾ പഠിച്ചിട്ടില്ല ഈ ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരത്തെ പഠിച്ച പോലെയുള്ള ഇത് അപ്ലൈ ചെയ്ത് നോക്കാം. അതെങ്ങനെയാണെന്നും കൂടെ പറഞ്ഞു തരാം. ഇവിടെ ഇതെന്താണ്, മട്ട കോണാണല്ലേ. ആ മട്ട കോൺ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് കോണ് 90 ഡിഗ്രി ആണെങ്കിൽ ഈ കോണ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഒന്ന് നമുക്കറിയാം ഇത് മട്ട കോണാണെങ്കിൽ ഇതും മട്ട കോൺ തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ ഇതും 90 ഡിഗ്രി തന്നെയായിരിക്കും. അപ്പോൾ ഈ മട്ട കോൺ എപ്പോഴും 4 വശങ്ങളും 90 ഡിഗ്രി ആയിരിക്കും. ഇതും എന്താണ്, 90 ഡിഗ്രി വരും. ഇതും 90 ഡിഗ്രി വരും. ഓക്കെ, ഇനി എതിർ കോണുകൾ അല്ല നമ്മൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഈ 120 ഇത് നമുക്ക് 120 ആണെന്ന് അറിയാം. ഇത് മൊത്തം 180 ആണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, 180-ൽ നിന്നും 120 കുറച്ച് കഴിഞ്ഞാലും ഇവിടെ നമുക്ക് 60 കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയും നമുക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും.
ഇനി നമുക്ക് താഴെയുള്ളത് നോക്കാം. ഈ പ്രവർത്തനം കഴിഞ്ഞു. വളരെ ഈസി ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അല്ലേ. രണ്ട് വരകൾ മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന 4 കോണുകളെ കുറിച്ച് പൊതുവെ എന്തു പറയാം? മുറിച്ചു കടക്കുന്ന വരകൾ ലംബമാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനുള്ള, എല്ലാ കോണുകളും 90 ഡിഗ്രി ആയിരിക്കും. നമ്മൾ ഇവിടെ കണ്ടു അല്ലേ, ഇവിടെ കണ്ടു എല്ലാം 90 ഡിഗ്രിയാണ്. അതേപോലെ തന്നെ ഇവിടെ എന്താണ്, 4 കോണുകളും 90 ഡിഗ്രി തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ദെൻ അല്പം ചെരിഞ്ഞ വര ആയാലോ എന്ന് പറയുന്നുണ്ട്. ചെരിഞ്ഞ വര ആയി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ എന്താ സംഭവിക്കുക? നമുക്കറിയാം, ഒന്ന് മട്ടകോണത്തിനേക്കാൾ അതായത് 90-നേക്കാൾ ചെറുതും മറ്റൊന്ന് 90-നേക്കാൾ വലുതുമായിരിക്കും. അപ്പോൾ രണ്ട് ചെറിയ കോണുകളും രണ്ട് വലിയ കോണുകളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എന്താണ്? രണ്ട് വരകൾ മുറിച്ചു കടക്കുമ്പോൾ 4 കോണുകൾ ഉണ്ടാകുന്നുണ്ട്. അത് നമുക്കറിയാം അല്ലേ, 4 കോണുകൾ അവിടെ ഉണ്ടാകുന്നു. ഇനി ഇവ പരസ്പരം ലംബമാണെങ്കിൽ 4 കോണുകളും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇനി ചെരിഞ്ഞ വരകളാണെങ്കിൽ 2 കോണുകൾ ചെറുതും 2 കോണുകൾ വലുതുമായിരിക്കും അല്ലേ. ഇവിടെ ഏതൊക്കെയാണ് കൂട്ടുകാരെ ചെറിയ കോണുകൾ എന്ന് പറയുന്നത്? ഒന്നെന്ന് പറയുന്നത് ഈ കോൺ അല്ലേ, ഈ കോൺ എന്ന് പറയുന്നത് ചെറുതായിരിക്കും, ഇതും ചെറുതായിരിക്കും. ഇത് രണ്ടും വലിയ കോണുകളും ആയിരിക്കും, അഥവാ 90 ഡിഗ്രിയേക്കാൾ വലിയ കോണുകളും ആയിരിക്കും. ഇനി ചെറിയ കോണുകൾ രണ്ടിനും ഒരേ അളവായിരിക്കും. നമ്മൾ പറഞ്ഞു ഈ ഒരു കോണും ഈ ഒരു കോണും എന്ന് പറയുന്നത് എതിർ ദിശയിലായതുകൊണ്ട് തന്നെ ഇത് 30 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 30 തന്നെയായിരിക്കും. വലിയ കോണുകൾ ഇത് 150 ആണെങ്കിൽ ഇതും 150 തന്നെയായിരിക്കും. അപ്പോൾ ഒരു ചെറിയ കോണും ഒരു വലിയ കോണും കൂട്ടിയാൽ എന്ത് കിട്ടണം? 180 എന്നുള്ളത് കിട്ടണം. അഥവാ ഈ ചെറിയ കോണായിട്ടുള്ള 30ഉം വലിയ കോണായിട്ടുള്ള 150ഉം കൂടെ കൂട്ടുമ്പോൾ 150ഉം 30ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 180 എന്നുള്ളത് കിട്ടുകയും വേണം. ഇനി ഇത് മറ്റൊരു തരത്തിൽ പറയാം. രണ്ട് വരകൾ മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകളെ പലതരത്തിൽ ജോഡികളാക്കാം. ഈ 4 ജോഡികൾ നോക്കൂ, ഇവിടെ നോക്കൂ, 4 ജോഡികളാണുള്ളത് അല്ലേ. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും കൂടെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 180 ആക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും നമുക്ക് നോക്കിയിട്ട് 180 കണക്കൂട്ടാം. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കി 180 കണക്കൂട്ടാം, ഇങ്ങനെ നോക്കി 180 കണക്കൂട്ടാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും നോക്കുന്നത് ഇങ്ങനെ ഈ 2 കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരേ നേർരേഖയിൽ വരുന്ന 2 കോണുകൾ, 2ഓ 3ഓ കോണുകളാണെങ്കിലും അത് എത്രയായിരിക്കും? 180 ഡിഗ്രിയിൽ ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഒരേ ജോഡിയിലെ 2 കോണുകളും അടുത്തടുത്താണല്ലോ, ഇവയെ സമീപ കോണുകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അഡ്ജസന്റ് കോണുകൾ എന്ന് പറയുന്നു. ഇനി ഈ കോണുകൾ നോക്കൂ, ഈ 2 കോണുകൾ നോക്കൂ, ഇതെന്താണ്? ഒന്ന് ഈ ചെറിയ കോണും എന്ന് ഈ ചെറിയ കോണുമാണ് അല്ലേ. അപ്പോൾ ഇതെന്താണ്? ഒരേ ജോഡിയിലും ഒരു കോണിന്റെ എതിരെയുള്ള മറ്റേ കോണാണ്. ഇവയെ എതിർ കോണുകൾ അഥവാ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നു. അപ്പോൾ ഇതും ഓപ്പോസിറ്റ് ആംഗിൾ ആണ്, ഇതും ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. അപ്പോൾ കോണുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഇങ്ങനെയും പറയാം. എന്താണ്? 2 വരകൾ മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന 4 കോണുകളിൽ ഓരോ ജോഡി സമീപ കോണുകളിലെയും കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ എതിർ കോണുകൾ എന്ന് പറയുന്നത് എപ്പോഴും തുല്യമായിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ. അപ്പോൾ ആ 2 കാര്യങ്ങളാണ്. അഥവാ ഇത് രണ്ടും എന്ന് പറയുന്നത് 180 ആയിരിക്കും. അതുപോലെ തന്നെ ഈ 2 കോണുകൾ എന്ന് പറയുന്നത് എതിർ കോണുകൾ തുല്യമായിരിക്കും എന്നുള്ളതാണ്. ഇനി ഇവിടെ താഴെ പറയുന്നുണ്ട്, 2 വരകൾ മുറിച്ചു കടക്കുമ്പോഴുണ്ടാകുന്ന 4 കോണുകളിൽ 2 കോണുകളുടെ തുക 100 ആണ്. 4 കോണുകളും കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ ഉത്തരമാണ് കേട്ടോ, ഇവിടെയാണ് എഴുതുന്നത്. ഇത് ഒരു കോണാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 2 കോണുകൾ, ഈ കോണും ഈ കോണും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? നമുക്ക് 100 എന്നുള്ളത് കിട്ടണം അല്ലേ. അപ്പോൾ ഈ 2 കോണുകൾ നമുക്കറിയാം എതിർ കോണുകളാണ്, ഇത് രണ്ടും തുല്യമായിരിക്കും അല്ലേ. അപ്പോൾ ഈ കോണ് കണക്കാക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 100നെ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. എത്ര കിട്ടും? 50 എന്നുള്ളത് കിട്ടും. ഓക്കെ, 50 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ കോൺ എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. അപ്പോൾ ഈ കോണും എത്രയാണ്? 50 ഡിഗ്രി തന്നെയാണ്. ഇനി എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ 2 കോണുകൾ കണക്കാക്കണമെങ്കിൽ ഒന്ന് നമ്മൾ ചെയ്താൽ മതി. ഈ 2 ഇപ്പോൾ ഇത് രണ്ടും കൂടെ എന്താണ്? സമീപ കോണുകളായിരിക്കും അല്ലേ. അപ്പോൾ സമീപ കോണുകൾ എപ്പോഴും എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 180ൽ നിന്നും നമ്മൾ എന്ത് കുറച്ചാൽ മതി? 50 കുറച്ചാൽ മതി. എത്ര കിട്ടും? 130 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ കോണ് 130 ആണ്. ഇനി ഇത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ കോണും എതിർ കോണുകളാണല്ലേ. അപ്പോൾ ഇതും എത്രയാണ്? 130 ഡിഗ്രി തന്നെയായിരിക്കും. അപ്പോൾ ഈ 2 കോണുകൾ 50 ഡിഗ്രിയും ഈ 2 കോണുകൾ 130 ഡിഗ്രിയും ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി രണ്ടാമത്തെ ചോദ്യം, 2 വരകൾ മുറിച്ചു കടക്കുമ്പോഴുണ്ടാകുന്ന 4 കോണുകളിൽ ഒരു കോണ് മറ്റേ കോണിന്റെ പകുതിയാണ്. 4 കോണുകളും കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടാമത്തെ ഉത്തരമാണ് രണ്ടാമത്തേത്. ഇത് ഒരു കോണാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഈ കോണിൻ്റെ പകുതിയാണ് ഈ കോൺ എന്ന് പറയുന്നത്. പക്ഷേ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടണം? 180 കിട്ടുകയും വേണം. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, അങ്ങനെ പകുതി വരുമ്പോൾ ആ കോൺ എന്ന് പറയുന്നത് ഏതാണ്? ഒരു സംഖ്യയുടെ പകുതിയായിട്ട് വരണമെങ്കിൽ ആ സംഖ്യ 60 ഡിഗ്രിയിൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് എത്രയാണ്? ഈ കോൺ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. എന്നാൽ മാത്രമേ അതിൻ്റെ ഡബിൾ നമുക്കിവിടെ വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ 60ൻ്റെ ഡബിൾ എത്രയാണ്? 120 ഡിഗ്രി ആണല്ലോ. അപ്പോൾ ഈ കോൺ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. ഇനി ഇത് രണ്ടും കൂടെ നിങ്ങളൊന്ന് കൂട്ടി നോക്കൂ. 120 + 60 എത്രയാണ്? 180 കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് ബാക്കിയുള്ള കോണുകൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഈ കോണിൻ്റെ ഓപ്പോസിറ്റ് കോണാണ് ഇതെന്ന് പറയുന്നത്. ഇതും 120 ഡിഗ്രി ആയിരിക്കും. ഈ കോണിൻ്റെ ഓപ്പോസിറ്റ് കോണാണ് ഇതും 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയായിരിക്കും ആ ഒരു രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത്. 4 കോണുകളും രണ്ട് കോണുകൾ 60 ഡിഗ്രിയിലും 2 കോണുകൾ 120 ഡിഗ്രിയിലുമാണ് വന്നിട്ടുണ്ടാവുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിലെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്ന വരകളുടെ ചില ചിത്രങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ഓരോന്നിലും ചില കോണുകളുടെ അളവുകൾ പറഞ്ഞിട്ടുണ്ട്. അടയാളപ്പെടുത്തിയിരിക്കുന്ന മറ്റു കോണുകൾ കണക്കാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ രണ്ട് ചിത്രത്തിലും ഒന്നാമത്തെ ചിത്രത്തിൽ ഒരു കോണും പറഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തെ ചിത്രത്തിൽ 2 കോണും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 40 ഡിഗ്രി എന്നുള്ള ഈ കോണാണ് തന്നിട്ടുള്ളത് അല്ലേ. ഇവിടെ എന്താണ് ഈ കോണിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് മട്ട കോണാണ് അല്ലേ. മട്ട കോണായതുകൊണ്ട് തന്നെ അത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ കോണും മട്ട കോൺ തന്നെയല്ലേ. അപ്പോൾ ഇതെത്രയാണ്? ഇതും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കറിയാം ഇവിടെയുള്ള ഈ മൊത്തം കോണുകൾ നോക്കുകയാണെങ്കിൽ, സമീപ കോണുകൾ നോക്കുകയാണെങ്കിൽ മൊത്തം എത്രയാണ്? 180 ഡിഗ്രിയാണ് വരേണ്ടത്. ഇവിടെ ഈ കോണ് 90 ഡിഗ്രിയും തൊട്ടടുത്ത ഈ കോൺ എന്ന് പറയുന്നത് 40 ഡിഗ്രിയുമാണ്. 90 40 കൂടെ കൂട്ടി നോക്കുക, 130 എന്നുള്ളത് കിട്ടും. ആകെ നമുക്കറിയാം 180 ആണ് വരേണ്ടത്. 180നെ 130ൽ നിന്നും കുറച്ച് നോക്കുക, എത്ര കിട്ടും? 50 എന്നുള്ളത് കിട്ടും. അപ്പം ഈ കോൺ എത്രയാണെന്ന് നമുക്ക് മനസ്സിലായി, 50 ഡിഗ്രിയാണല്ലേ. ഇനി ഈ 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന കോൺ എന്ന് പറയുന്നത് ഈ കോണാണ് അല്ലേ, ഈ കോണാണ്. അപ്പോൾ ഈ കോൺ എത്രയാണ്? ഇതും 50 ഡിഗ്രി തന്നെയായിരിക്കും. ഓക്കെ, ഇനി നമുക്കറിയാം ഇത് 50ഉം 90ഉം 50ഉം കിട്ടി. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നോക്കുകയാണെങ്കിൽ ബാക്കി ബാലൻസ് ഉള്ളത് 40 ആണ്. അത് മാത്രമല്ല ഇത് എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് കോണാണ് ഇതെന്ന് പറയുന്നത്, ഇതും 40 ഡിഗ്രി തന്നെയായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാ കോണുകളും മനസ്സിലായി. ഇനി അടുത്ത ചിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഈ കോൺ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്, ഈ കോൺ എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട് അല്ലേ. ഈ 60 ഡിഗ്രിയുടെ എതിർ കോൺ എന്ന് പറയുന്നത് ഏത് കോണാണ്? ഈ കോണാണ് അല്ലേ. അപ്പോൾ ഈ കോൺ എത്രയായിരിക്കും? 60 ഡിഗ്രി തന്നെയായിരിക്കും. ഓക്കെ, ഇത് 60 ഡിഗ്രി തന്നെയായിരിക്കും. ഇനി ഈ കോൺ കണ്ടുപിടിക്കണമെങ്കിൽ ഇത് നമുക്കറിയാം, ഇത് മൊത്തം സമീപ കോണുകളാണ്. അപ്പോൾ നമുക്ക് 60ഉം 50ഉം കൂടെ കൂട്ടി നോക്കുക. 60 + 50 എത്ര കിട്ടും? 110 എന്നുള്ളത് കിട്ടും. ആകെ സമീപ കോൺ എന്ന് പറയുന്നത് 180 ആണ്. 180ൽ നിന്നും 110 കുറച്ച് നോക്കുക, എത്ര കിട്ടും? 70. അപ്പോൾ ഈ കോൺ എന്ന് പറയുന്നത് 70 ഡിഗ്രിയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ഭാഗത്തുള്ള എല്ലാ കോണുകളും നമുക്ക് കിട്ടിയല്ലേ. ഇനി ഈ 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കോൺ, എതിർ കോൺ എന്ന് പറയുന്നത് ഏതാണ്? ഈ കോണാണല്ലോ. അപ്പോൾ ഈ കോൺ എത്രയായിരിക്കും? 50 ഡിഗ്രി തന്നെയായിരിക്കും. ഇനി ഇത് നമ്മൾ നോക്കൂ, 50ഉം 60ഉം കിട്ടി, എത്ര? 110. ബാക്കി എത്രയാണുള്ളത്? ഇത് മൊത്തം സമീപ കോണായതുകൊണ്ട് ബാക്കിയുള്ളത് 70 ആണ്. ഈ 70 ഇവിടെയും വരും. അല്ല എന്നുണ്ടെങ്കിൽ ഈ കോണിൻ്റെ എതിർ കോണാണ് ഇത്, അത് എതിർ കോണായതുകൊണ്ട് 70 ഡിഗ്രി എന്നുള്ളത് വരും. അപ്പോൾ നമുക്കിപ്പോൾ രണ്ട് ചിത്രത്തിലെയും എല്ലാ കോണുകളും നമുക്ക് മനസ്സിലായി. ഇനി അടുത്തത് കൂട്ടിമുട്ടാത്ത വരകളെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഈ വരകൾ നോക്കൂ, ഇവിടെ എന്താണ്? 2 വരകൾ തന്നിട്ടുണ്ട് അല്ലേ. ഈ വരയും നോക്കൂ കൂട്ടുകാരെ. ഈ വര കൂട്ടിമുട്ടുന്നുണ്ടോ? ഇല്ല. ഇവിടെ എന്താണ്? കൂട്ടിമുട്ടുന്നില്ല അല്ലേ. ഇത്രയും ഇതവിടെ കാണുന്നുണ്ട്, അപ്പോൾ അത് കൂട്ടിമുട്ടുന്നില്ല. പക്ഷേ ഇത് നമ്മളിങ്ങനെ നീട്ടി വരക്കുകയാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചെന്നിട്ട് ഇതേപോലെ കൂട്ടിമുട്ടും അല്ലേ. അപ്പോൾ വലതുവശത്തേക്ക് നീട്ടി വരച്ചു കഴിഞ്ഞാൽ കൂട്ടിമുട്ടി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ഒരു കോണ് സംഭവിക്കുന്നതാണ്. ദെൻ ഈ വരകളോ ഇതും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇടതുവശത്ത് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കൂട്ടിമുട്ടുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വരകൾ
വരകൾ ഇടത്തോട്ട് നീട്ടിയാൽ കൂട്ടുമെന്നത് നമുക്ക് തീരുമാനിക്കാം, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഏത് വശത്തേക്കും എത്ര നീട്ടിയാലും കൂട്ടിമുട്ടാത്ത 2 വരകൾ വരക്കാമോ? സ്കെയിലിൻ്റെ 2 അരികുകളിലും വരക്കാം. 2 അരികുണ്ടാവില്ല, അവിടെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ഇതേപോലെയുള്ള 2 ലൈൻസ് നമുക്ക് കിട്ടും. ഇതേപോലെ 2 ലൈൻസ് കിട്ടും. ഈ ലൈൻസ് എവിടെയെങ്കിലും പോയാൽ കൂട്ടിമുട്ടോ? ഇല്ല, ഇത് നേരെ ഇങ്ങനെ പോകുന്നതാണല്ലേ, അത് ഒരിക്കലും കൂട്ടിമുട്ടില്ല. അപ്പോൾ ഈ വരകൾ ഏതെങ്കിലും വശത്തേക്ക് നീട്ടിയാൽ കൂട്ടിമുട്ടുമോ? ഇല്ല. എങ്ങനെ ഉറപ്പിച്ചു? കാരണം ഇത് ഇത്രയുമാണ് ഇതിൻ്റെ അകലം എന്ന് പറയുന്നത്. എല്ലായ്പ്പോഴും ഈ അകലം ഇത് തമ്മിൽ കൂട്ടിമുട്ടാതെ പോകുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വരകളെയാണ്, ഇത്തരത്തിൽ കൂട്ടിമുട്ടാതെയുള്ള വരകളെയാണ് നമ്മൾ സമാന്തര വരകൾ അഥവാ പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പാരലൽ ലൈൻസ് എന്ന് പറയുന്നത് ഒരിക്കലും കൂട്ടിമുട്ടില്ല. ഇനി സ്കെയിലിൻ്റെ അരികുകളിലൂടെ സമാന്തര വരകൾ വരക്കാം. വരകൾ തമ്മിലുള്ള അകലം കൂട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ അകലം കൂട്ടി നോക്കിയാൽ മതി അല്ലേ. ഉദാഹരണമായിട്ട് വരകൾ തമ്മിലുള്ള അകലം 3 സെൻറ്റിമീറ്റർ വേണമെന്ന് കരുതുക. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക? 3 സെൻറ്റിമീറ്റർ എടുക്കുക. എന്നിട്ട് ഇവിടെ നിന്നും ആ 3 സെൻറ്റിമീറ്റർ തന്നെ അകലം ഇട്ടിട്ട് നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ആദ്യത്തെ വരയ്ക്ക് ലംബമായി കുറേ വരകൾ 3 സെൻറ്റിമീറ്ററിൽ വരക്കാം. ഇത് നോക്കൂ, ഇതെന്താണ്? 3 സെൻറ്റിമീറ്റർ അല്ലേ. ഇതേനെ ഒരു പാരലൽ ലൈന് പോകുന്നുണ്ട്, ഈ മുകളിലൂടെയും പാരലൽ ലൈന് പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഇങ്ങനെ നമ്മൾ ലംബം വരച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ഇവിടെ ഒരു കോൺ ഉണ്ടാവും അല്ലേ. ഈ കോൺ എന്ത് കോണാണ്? മട്ട കോണാണ് അല്ലേ. ഈ മട്ടകോൺ എന്ന് പറയുന്നത് ഇത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ലംബങ്ങളുടെ മുകളറ്റങ്ങൾ യോജിപ്പിച്ചാൽ കാര്യം കഴിഞ്ഞില്ലേ. ഇതിൻ്റെ മുകളറ്റം ഇങ്ങനെ യോജിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെയും ഒരു കോണുണ്ടാവും, ഇവിടെയും ഒരു കോണുണ്ടാവും അല്ലേ. 2 കോണുകൾ നമുക്ക് കിട്ടും. അപ്പോൾ ലംബങ്ങൾ ഇത്രയധികം എന്തിന്? നമ്മൾ ഈ ലംബങ്ങൾ വായിച്ചിട്ട് 2 എണ്ണം മാത്രമാക്കുകയാണ് താഴെ ചെയ്യുന്നത്. ഓക്കെ, 2 ലംബമാക്കി മാറ്റുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെയും ഒരു കോണ് ക്രിയേറ്റ് ചെയ്യാം, ഇവിടെയും ഒരു കോണ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഇവിടെയും ഉണ്ടാക്കാം, ഇവിടെയും ഉണ്ടാക്കാം. ഈ ലംബം മാത്രം വരച്ചാൽ പറ്റുമോ? സമാന്തരമായി വരക്കാൻ ശ്രമിക്കുന്ന വര ചെരിഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും? ഇതേപോലെ ഉണ്ടാകും അല്ലേ. അപ്പോൾ ഇവിടെയും നമുക്ക് കോണുണ്ടാവും എന്ന് മനസ്സിലാക്കാനും പറ്റും. ഇനി എങ്ങനെയാണ് വരക്കണമെന്ന് പിടികിട്ടിയോ? ഇതേപോലെയാണ് നമ്മൾ വരയ്ക്കുന്നത്, ചെരിഞ്ഞു പോകാതെ വരക്കണം. അപ്പോൾ ആദ്യത്തെ വരക്ക് ലംബം വരക്കണമെന്നുണ്ടോ? വരക്ക് ലംബമായി ഒരു സ്കെയിൽ പിടിച്ചാലും പോരെ. അപ്പോൾ സ്കെയിലെല്ലാം നമ്മുടെ സെറ്റ് സ്ക്വയർ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ലംബം കറക്റ്റായിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി സ്കെയിൽ അമർത്തി പിടിച്ചുകൊണ്ട് മട്ടം ആവശ്യമുള്ള സ്ഥാനത്തേക്ക് നിരക്കി നീക്കി സമാന്തര രേഖ വരക്കാമല്ലോ. അപ്പോൾ ഇതിനെന്താണ് നമ്മൾ പറയാം? മട്ടം എന്നും അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ എന്നും നമ്മൾ പറയാറുണ്ട്. ഓക്കെ, സെറ്റ് സ്ക്വയർ എന്ന് ഇംഗ്ലീഷിൽ പറയും, മലയാളത്തിൽ മട്ടം എന്ന് പറയും. അപ്പോൾ നോട്ട് ബുക്കിൽ വിലങ്ങനെ ഒരു വര വരച്ച് അതിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ അകലെ അതിനൊരു സമാന്തര വരക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതേപോലെ ഒന്ന് വരച്ചു നോക്കുക. ഓക്കെ, 4 സെൻറ്റിമീറ്ററിൽ ഇതേ രീതിയിൽ നിങ്ങൾ വരക്കുക. ഇനി വരയും ചെരിവും. ഈ ചിത്രം നോക്കൂ, ഇവിടെ എന്താണ്? ഈ വര ചെരിഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് അല്ലെ. ഇവിടെ ലംബം വരച്ചിട്ടുണ്ട്, പക്ഷെ ലംബം എന്ന് പറയുന്നത് ചെരിഞ്ഞാണ് വരച്ചിട്ടുള്ളത്. വിലങ്ങിനെയുള്ള വരയിൽ വലതുവശത്ത് അടയാളപ്പെടുത്തിയ സ്ഥാനത്തിലൂടെ ചെരിഞ്ഞ വരക്ക് സമാന്തരമായിട്ട് ഒരു വര വരക്കണം. നേരത്തെ ചെയ്തതുപോലെ സ്കെയിലും മട്ടവും ഉപയോഗിച്ച് നമുക്ക് വരക്കാൻ വേണ്ടി പറ്റും. ചെരിച്ചു വരക്കുന്നത് അല്പം ബുദ്ധിമുട്ടല്ലേ? വേറെ ഒരു വഴിയുണ്ടോ? എന്താണ്? വലതുവശത്തെ ബിന്ദുവിലെ ഒരു വര ചെരിച്ചു വരക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ഒരു ബിന്ദു ഉണ്ടെന്ന് വിചാരിക്കുക, അതിനെ നമ്മൾ ചെരിച്ചു വരക്കുക. ഇവിടെ അടുത്തൊരു ബിന്ദുവും കൂടെ ഉണ്ട് അല്ലേ. അപ്പോൾ എത്ര ചെരിക്കണം? ചിത്രത്തിലെ ചെരിഞ്ഞ വര എത്ര ചെരിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. എന്നാലേ നമുക്ക് എത്ര ചെരിക്കണമെന്ന് അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ ചിത്രത്തിലെ വര എത്രയാണ് ചെരിഞ്ഞിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ബിന്ദുവിൽ നമ്മൾ നമ്മുടെ പ്രൊട്രാക്ടർ വെക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള കോണുകൾ നമ്മൾ അടയാളപ്പെടുത്തുക. ഇവിടെ എത്രയായി? 10, 20, 30, 40, 50. അപ്പോൾ ഇവിടെ 50 ആണുള്ളത്. അപ്പോൾ ഈ കോൺ എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇവിടെ പറയുന്നുണ്ട്, അപ്പോൾ നമുക്ക് വേണ്ട സമാന്തര രേഖ എത്ര ചെരിവിൽ വരക്കണം? ഈ ചിത്രങ്ങൾ നോക്കൂ, എത്രയാണ്? 50 ഡിഗ്രിയിൽ വരക്കുക. ഓക്കെ, ഇത് 50 ഡിഗ്രിയിൽ വരക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് 45 ഡിഗ്രി എടുത്തിട്ട് അടുത്ത സമാന്തര രേഖ പാരലൽ ലൈനും കൂടെ നമ്മൾ വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ 50ഉം 45, ഇവിടെ 50ഉം 55ഉം എടുത്തിട്ടാണ് വരച്ചിട്ടുള്ളത്. ഇനി സമാന്തരകൾ വലതുവശത്തെ കോണ് എത്രയായി വരക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വലതുവശത്തെ കോണ് എത്രയായിട്ട് വരക്കണം? ഇവിടെ 50ഉം 50ഉം എടുത്ത് വരച്ച് നോക്കുക. ഇനി നോട്ട് ബുക്കിൽ ചുവടെ കാണുന്ന ചിത്രം വരയ്ക്കുക. എന്ത് ചെയ്യുക? ആദ്യം നിങ്ങൾ 4 സെൻറ്റിമീറ്ററിൽ ഒരു ലൈന് വരയ്ക്കുക. ഈ പോയിന്റ് ഇവിടെ വെച്ചിട്ട് പ്രൊട്രാക്ടർ വെച്ചതിന് ശേഷം 100 എവിടെയാണെന്ന് അടയാളപ്പെടുത്തിയിട്ട് മട്ടം ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ രീതിയിൽ നിങ്ങൾക്ക് വരക്കാൻ വേണ്ടി പറ്റുന്നതാണ്.
ഇനി വരയുടെ വലത്തെ അറ്റത്തിലൂടെ ചെരിഞ്ഞ വരക്ക് സമാന്തരമായ വര വരക്കണം. എങ്ങനെ വരക്കും? എങ്ങനെയാണ് വരക്കുക? വിലങ്ങനെയുള്ള വര അല്പം വലത്തേക്ക് നീട്ടി വരച്ച് ഇങ്ങനെ സമാന്തര വര നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ രണ്ട് സമാന്തര വര ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കോണും കിട്ടി, ഇവിടെ ഒരു കോണും കിട്ടി അല്ലേ. ഈ രണ്ട് കോണുകളും എന്തായിരിക്കും? ഒരു സമാന്തര രേഖയ്ക്കല്ലെങ്കിൽ ഇതിന് സമാന്തരമായിട്ട് വരച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് കോണുകളും തുല്യമായിരിക്കും. വലതുവശത്തെ കോൺ എത്രയായി നമുക്ക് വരക്കണം? വിലങ്ങനെയുള്ള വര നീട്ടാതെ എങ്ങനെ വരക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വര ഇങ്ങോട്ട് നീട്ടാതെ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇത് 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും നമുക്കൊരു പോയിന്റ് കൊടുക്കാം, ഇവിടെയും പോയിന്റ് കൊടുക്കാം അല്ലേ. എന്നിട്ട് പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ 100 ഡിഗ്രി അടയാളപ്പെടുത്താൻ വേണ്ടി പറ്റും. ഇങ്ങോട്ട് വരക്കേണ്ട. എന്നിട്ട് നമുക്ക് ഇതേപോലെ രണ്ട് സമാന്തരങ്ങൾ വരക്കാം. വലതുവശത്തെ കോൺ എത്രയായി വരക്കണം എന്നാണ് ചോദിക്കുന്നത്. വലതുവശത്തെ കോൺ എത്രയായിരിക്കും കൂട്ടുകാരെ ഇവിടെ എന്ന് പറയുന്നത്? എത്രയായിരിക്കും? നമ്മൾ പറഞ്ഞു ഇതെന്ന് പറയുന്നത് എത്രയാണ്? 100 ഡിഗ്രി ആണല്ലേ. അപ്പോൾ നമുക്കറിയാം ഇത് രണ്ടും സമീപ കോണുകളാണ്. ഇത് മൊത്തം എത്രയായിരിക്കും? ഇത് 100 ആണെങ്കിൽ ഇത് 80 ഡിഗ്രി ആയിരിക്കും. എന്നാലാണ് ഇത് 180 കിട്ടുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് കോൺ എന്ന് പറയുന്നത് ഈ കോണാണല്ലേ. ഈ കോൺ എത്രയായിരിക്കും? ഇവിടെ 100 ആയിരിക്കും. അപ്പോൾ ഈ കോൺ നമുക്ക് അടയാളപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം ഇത് നീട്ടി വരക്കാത്തത് കൊണ്ട്. അപ്പോൾ ഇത് 100 ആയതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് 80 ഡിഗ്രി ആയിരിക്കും. ഇതിൻ്റെ ഓപ്പോസിറ്റ് കോണാണ്. അപ്പോൾ ഇത് 80 ഡിഗ്രി ആയിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് താഴെയുള്ള ചോദ്യത്തിലേക്ക് കടക്കാം. ചുവടെയുള്ള ചിത്രത്തിലെ വരകളിലെ സമാന്തര ജോഡികൾ കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് കണ്ടുപിടിച്ച് എഴുതി നോക്കാം. ഇവിടെ കോൺ PAB, ഇവിടെ എന്താണ്? ഒരു കോണ് മാത്രമേ ഉള്ളൂ. ആ കോൺ അവിടെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി, 110 ഡിഗ്രി ആണെന്ന്. അവിടെ നമുക്ക് വേറെ കോണുകളൊന്നും ഇനി കാണാനില്ല. ഇനി അടുത്തത് ഈ കോണാണല്ലേ. ഏതാണ്? കോൺ BA എന്നുള്ള അടുത്ത കോണാണ് നമുക്ക് കാണാനുള്ളത്, അഥവാ ഈ കോണാണ് നമുക്ക് ഇനി കാണാനുള്ളത്. നമുക്കറിയാം ഈ രണ്ട് കോണുകളും കൂടി കൂട്ടി നോക്കിയാൽ എത്ര കിട്ടണം? 180 കിട്ടണം. ഇവിടെ ഓൾറെഡി 80 ഡിഗ്രിയിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 180ൽ നിന്നും 80 കുറച്ച് കഴിഞ്ഞാൽ 100 എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇവിടുത്തെ കോൺ എന്ന് പറയുന്നത് എത്രയാണ്? 100 ഡിഗ്രി ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഈ കോണാണ്. ഇത് നമുക്കറിയാം മട്ട കോണാണ് അല്ലേ. മട്ട കോൺ, ഇത് മട്ട കോണായതുകൊണ്ട് ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ കോൺ എന്ന് പറയുന്നത് 90 ഡിഗ്രി തന്നെയായിരിക്കും. ഓക്കെ, ഇനി ഈ കോണ് SDC എന്ന് പറയുന്ന ഈ കോൺ എത്രയാണ്? 100 ഡിഗ്രി ആണല്ലേ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ കോൺ എന്ന് പറയുന്നത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 100ൽ നിന്നും 180ൽ നിന്നും 100 നമ്മൾ മൈനസ് ചെയ്താൽ മതി, 80 എന്ന് കിട്ടും. അപ്പോൾ ഈ കോണ് 80 ഡിഗ്രി ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി ഈ കോണ് എന്ന് പറയുന്ന ഈ കോൺ എത്രയാണ്? ഇത് 90 ഡിഗ്രി ആണ്, കാരണം ഇത് മട്ട കോണാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ കോണും മട്ട കോൺ തന്നെയായിരിക്കും. ഇതും 90 ഡിഗ്രിയാണ്. ഇനി അടുത്തത് ഇത് 70 ഡിഗ്രി ആണെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെയുള്ള കോൺ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഇങ്ങനെ ഒരു വര വരക്കുകയാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 180ൽ നിന്നും നമ്മൾ 70 മൈനസ് ചെയ്യുക. എത്ര കിട്ടും? 110 എന്ന് കിട്ടും. അപ്പോൾ ഇത് 110 ആയിരിക്കും. പക്ഷെ നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇനി അങ്ങനെ ഒരു ലൈന് വരക്കുകയാണെങ്കിൽ അതായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊക്കെയാണ് സാമാന്തരിക ജോഡികൾ എന്ന് കണ്ടുപിടിക്കണം അല്ലേ. ഏതൊക്കെയാണ്? ഈ AB എന്ന് പറയുന്ന ഇതിന് ലംബമായിട്ട് വരുന്നത് ഏതാണ്? AB എന്ന് പറയുന്നതിന് ലംബമായിട്ട് വരുന്ന സാമാന്തരികം എന്ന് പറയുന്നത് ഈ 110ന് ലംബം എന്ന് പറയുന്നത് ഏതാണ്? ഇതാണല്ലേ. ഇതാണ് വരുന്നത്. ഇത് ഏതാണ്? FU എന്ന് പറയുന്നതാണ്. FU. ഇനി അടുത്തത് നോക്കൂ. അടുത്തത് ഈ 100 എന്ന് പറയുന്നത് BQ ആണല്ലേ. BQ ആണ്. BQന് തുല്യമായിട്ടുള്ളത് ഏതാണ്? SD എന്ന് പറയുന്ന ഇതാണല്ലേ. SD എന്ന് പറയുന്ന അതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് RC ആണല്ലേ. RC എന്ന് പറയുന്ന ഇതാണ്. RC എന്ന് പറയുന്ന ഇത്. RC എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ളത് TU എന്ന് പറയുന്ന ഇതാണല്ലേ. TU എന്ന് പറയുന്ന ഇതാണ് വരുന്നത്. TU. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള സമാന്തരമായിട്ടുള്ള ജോഡികൾ എന്ന് പറയുന്നത്. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഒരേ കോണിൻ്റെ അളവിലുള്ളത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അത് ഓപ്പോസിറ്റ് ആയിരിക്കണം. അത് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുക. അടുത്തത് സമാന്തരികങ്ങൾ എന്ന് പറയുന്ന അടുത്ത ടോപ്പിക്കാണ്.
അപ്പോൾ ഇനി സാമാന്തരികങ്ങൾ എന്താണെന്ന് നോക്കാം. ഇവിടെ തന്ന ചിത്രം നോക്കൂ കൂട്ടുകാരെ. ഇവിടെ എന്താണ്? രണ്ട് ലൈന് വരച്ചിട്ട് അതിന് സാമാന്തരികം പാരലലായിട്ട് രണ്ട് ലൈനുകൾ വരച്ചിരിക്കുകയാണ് അല്ലേ, സാമാന്തരിക രേഖകൾ വരച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വിലങ്ങനെയുള്ള വിലങ്ങനെയുള്ള ഈ നീല വരകളും ചെരിഞ്ഞ ഈ പച്ച വരകളും ഓരോ ജോഡി സമാന്തര വരകളാണ് അല്ലേ. മുറിച്ചു കടക്കുന്ന ബിന്ദുക്കൾക്കപ്പുറമുള്ള ഭാഗങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞാൽ 4 വശങ്ങളുള്ള ഒരു രൂപം കിട്ടും. അഥവാ ഈ ഭാഗവും ഈ ഭാഗവും ഈ ഭാഗം ഈ ഭാഗം ഇതൊക്കെ മായ്ച്ചു കളയുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതേപോലെ ഒരു ഇത് കിട്ടും. ഓക്കെ, ഒരു രൂപം കിട്ടും. അപ്പോൾ പൊതുവെ 4 വശങ്ങളുള്ള ഒരു ജ്യാമിതീയ രൂപത്തിനെ ചതുർഭുജം അഥവാ ക്വാഡ്രിലാറ്ററൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്? ഒരു ചതുർഭുജമാണ്. ഉദാഹരണമായിട്ട് ഇവിടെ വരച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കി ഇതൊക്കെ എന്താണ്? ചതുർഭുജങ്ങളാണ്. ഓരോ ജോഡി എതിർവശങ്ങളും സമാന്തരമായിട്ടുള്ള ചതുർഭുജത്തിന് സാമാന്തരികം അഥവാ പാരലലോഗ്രാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ സാമാന്തരികം അല്ലെങ്കിൽ പാരലലോഗ്രാം എന്നും പറയാറുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ഓരോ ജോഡി എതിർവശങ്ങളും സമാന്തരമായിട്ടുള്ള ചതുർഭുജവുമാണ് ഉള്ളത്. അപ്പോൾ നാം ആദ്യം വരച്ചിട്ടുള്ള ആ ഒരു ചതുർഭുജം എന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറയുന്നത് എന്താണ്? അതൊരു പാരലലോഗ്രാം ആണ് അല്ലെങ്കിൽ സാമാന്തരികമാണ്. ഇത്തരം രൂപങ്ങൾ 5ാം ക്ലാസ്സിൽ സ്കെയിലും ജ്യാമിതി പെട്ടിയിലെ മട്ടങ്ങളും ഉപയോഗിച്ച് വരച്ചത് ഓർമ്മയുണ്ട്. അപ്പോൾ വട്ടങ്ങളും എന്ന പാഠത്തിലെ വരക്കണക്ക് എന്ന ഭാഗം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി മട്ടത്തിന് പകരം കോൺ മാപ്പിനെ ഉപയോഗിച്ച് ചുവടെ കാണിച്ചിരിക്കുന്ന സാമാന്തരികം നോട്ട്ബുക്കിൽ വരയ്ക്കാനാണ് പറയുന്നത്. കോൺ മാപ്പിനെ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊട്രാക്ടർ ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ വരയ്ക്കേണ്ടതിന് എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ താഴെ 5 സെൻറ്റിമീറ്റർ എടുക്കാം. ഓക്കെ, 5 സെൻറ്റിമീറ്റർ ആദ്യം വരയ്ക്കുക. അതിനുശേഷം ഇവിടെ എന്താണുള്ളത്? 50 ഡിഗ്രി എന്നുണ്ട് അല്ലേ. ഇവിടെ പ്രൊട്രാക്ടർ വെച്ചതിന് ശേഷം 50 ഡിഗ്രി നമ്മൾ അടയാളപ്പെടുത്താം. എന്നിട്ട് ആ വര നേരെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കോണും കൂടെ കിട്ടിയാലേ ഇത് കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഈ കോൺ എന്ന് പറയുന്നത് നമുക്കറിയാം ഇതെന്താണ്? സാമാന്തരികമായതുകൊണ്ട് തന്നെ ഇങ്ങോട്ടൊരു വര നീട്ടി വരയ്ക്കുകയാണെങ്കിൽ ഈ കോണും എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെയും വരുന്നത് 50 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് മൊത്തം നമുക്കറിയാം എത്രയാണ്? 180 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ 180ൽ നിന്നും 50 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 130 എന്ന് കിട്ടും. അപ്പോൾ ഈ കോണളവ് എത്രയാണ്? 130 ഡിഗ്രി ആയിരിക്കും. ഇനി ഇവിടെ നമ്മൾ പ്രൊട്രാക്ടർ വീണ്ടും വെച്ച് 130 അടയാളപ്പെടുത്തുക. അപ്പോൾ ഏകദേശം ഇവിടെയൊക്കെ ആയിട്ട് വരും. ഇനി എന്ത് ചെയ്യുക? ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് 3 സെൻറ്റിമീറ്റർ ആണല്ലേ. അപ്പോൾ സ്കെയിൽ വെച്ച് 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. ഇവിടെയാണെങ്കിൽ അത് അടയാളപ്പെടുത്തുക. ഇവിടെ നിന്നും 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ വരച്ച് യോജിപ്പിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു സാമാന്തരികം കിട്ടും. ഇവിടെയുള്ളതും ഇതൊക്കെ നിങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുക. ഇനി നമുക്ക് ഈ 2 കോണുകൾ മാത്രം മതി സാമാന്തരികം വരയ്ക്കാൻ. എന്നാലും ഇതിലെ മുഴുവൻ കോണുകളും കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് കാണണം. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് കോണാണ് ഇതെന്ന് പറയുന്നത്. ഇത് എത്രയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ കോൺ എന്ന് പറയുന്നത്. ഇത് 130 ഡിഗ്രി ആയിരിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഏതെല്ലാം രീതിയിൽ വരക്കാം? വശങ്ങളുടെ നീളവും കോണിൻ്റെ അളവും എല്ലാം മാറ്റി വരച്ചു നോക്കാനും പറയുന്നുണ്ട്. വശങ്ങൾക്കിടയിലെ കോണ് മട്ടമായാൽ സാമാന്തരികം എന്താകും എന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ജസ്റ്റ് വരച്ചു നോക്കുക. ഓക്കെ, ഇനി ചുവടെയുള്ള സാമാന്തരികങ്ങൾ വരക്കാനാണ് പറയുന്നത്. ഇത് നമുക്കൊന്ന് എങ്ങനെയാണ് വരക്കേണ്ടത് എന്ന് പറഞ്ഞു തരാം. ഇവിടെ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് വരക്കണമെങ്കിൽ 4 സെൻറ്റിമീറ്റർ എടുക്കുക. ഓക്കെ, 4 സെൻറ്റിമീറ്റർ ഇവിടെ എടുത്തതിന് ശേഷം ഈ 70 ഡിഗ്രി കോണ് അടയാളപ്പെടുത്തുക. അപ്പോൾ ഏകദേശം ഇവിടെയൊക്കെ ആയിട്ട് വരും. ആ വര വരച്ചു കൊടുക്കുക. അതിനുശേഷം 3 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ വേണ്ടത്. 3 സെൻറ്റിമീറ്റർ ഇവിടെ വരയ്ക്കുക. ഇനി ഈ കോണാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ കോണ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഇവിടെ ഒരു കോൺ ഉണ്ടായിരുന്നെങ്കിൽ ഇത് എത്രയായിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 180ൽ നിന്നും എന്ത് മൈനസ് ചെയ്യുക? 70 ഡിഗ്രി മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 110 എന്ന് കിട്ടും. അപ്പോൾ ഈ കോണളവ് എന്ന് പറയുന്നത് 110 ആണ്. അപ്പോൾ ഇവിടെ പ്രൊട്രാക്ടർ വെച്ച് വീണ്ടും 110 അടയാളപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും. ഈ 2 ലൈനും കൂടെ നിങ്ങൾ യോജിപ്പിക്കുക. ഇവിടെയും വരുന്നത് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ തന്നെയാണ് കേട്ടോ. ഇനി അടുത്തതിലേക്ക് നോക്കാം. അടുത്തതെന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ ആണ് താഴെയുള്ള സമാന്തര രേഖ നിങ്ങൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? 5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് വരയ്ക്കുക. 5 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചതിന് ശേഷം ഈ ഭാഗത്തെ കോൺ നമുക്ക് കണക്കാക്കണം അല്ലേ, എന്നാലാണ് ഇത് വരയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു കോൺ ഉണ്ടായിരുന്നെങ്കിൽ അത് എത്രയായിരിക്കും? 120 ആയിരിക്കും. അപ്പോൾ ആ 180ൽ നിന്നും 120 നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കുക. എത്ര കിട്ടും? 60. അപ്പോൾ ഈ കോണളവ് എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് 60 ഡിഗ്രി
അടയാളപ്പെടുത്തുക, എന്നിട്ട് വരച്ചു കൊടുക്കുക. ശേഷം ഇവിടെ പ്രൊട്രാക്ടർ വെക്കുക, 120 ഡിഗ്രി അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 സെൻറ്റിമീറ്ററും ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 സെൻറ്റിമീറ്ററും നിങ്ങൾ അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ രണ്ട് വരകളും കൂടെ കൂട്ടി യോജിപ്പിക്കുക. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതിലേക്ക് പോവാം. അടുത്തത് താഴെ നമ്മൾ ആദ്യം 4 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കുക. ഓക്കെ, 4 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കുക. അതിനുശേഷം നമുക്ക് ഈ കോണ് മനസ്സിലാക്കണം അല്ലേ? ഈ കോണ് മനസ്സിലാക്കണമെങ്കിൽ എന്താണ്, വളരെ എളുപ്പമാണ്. കാരണം ഈ കോണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് എത്രയാണ്? 50 ഡിഗ്രിയാണ്. ഈ കോണും തമ്മിലുള്ള ബന്ധം എന്താണ്? എതിർ കോണുകളാണ്. അതുകൊണ്ട് ഇത് 50 ആയതുകൊണ്ട് ഇതും 50 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ പ്രൊട്രാക്ടർ വെച്ച് 50 ഡിഗ്രി അടയാളപ്പെടുത്താം. ഓക്കെ, എന്നിട്ട് ആ വര നിങ്ങൾ വരച്ചു കൊടുക്കുക. 2 സെൻറ്റിമീറ്റർ മാത്രം നിങ്ങൾ വരച്ചാൽ മതി. ഇനി ഇവിടുത്തെ കോൺ നമുക്ക് അറിയണം അല്ലേ? ഇവിടുത്തെ കോൺ അറിയണമെങ്കിൽ നമുക്കറിയാം ഈ കോൺ 50 ആയതുകൊണ്ട് ഇതിൻ്റെ എതിർ കോണാണ് ഇത് എന്ന് പറയുന്നത്. കാരണം ഇത് സമാന്തരികമാണ്. അപ്പോൾ ഇവിടുത്തെ കോൺ 50 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 180 നിന്നും 50 കുറച്ച് നോക്കുക. എത്ര കിട്ടും? 130. അപ്പോൾ ഇവിടുത്തെ കോൺ എന്ന് പറയുന്നത് 130 ഡിഗ്രിയാണ്. അപ്പോൾ 130 വെച്ച് നിങ്ങൾ വരക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരയ്ക്കാം. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത് 3 സെൻറ്റിമീറ്റർ നിങ്ങൾ ഇതേപോലെ 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ആദ്യം നിങ്ങൾ 3 സെൻറ്റിമീറ്റർ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ കോണ് നമുക്ക് കണക്കാക്കണം അല്ലേ? പക്ഷേ നമുക്ക് ആകെ ഈ കോണ് മാത്രമേ തന്നിട്ടുള്ളൂ. അത് എത്രയാണ്? 140 ആണ്. അപ്പോൾ അതിൻ്റെ എതിർ കോൺ ഏതാണെന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കുക. ഏതാണ് കൂട്ടുകാർ അതിൻ്റെ എതിർ കോൺ എന്ന് പറയുന്നത്? നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ കോണാണ് എതിർ കോൺ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇതെത്രയാണ്? 140 ഡിഗ്രി തന്നെയായിരിക്കും. ഇനി നമുക്ക് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇവിടെ മൊത്തം 180 ആണല്ലേ? അപ്പോൾ 180 നിന്നും 140 നമ്മൾ കുറച്ച് നോക്കുക. എത്ര കിട്ടും? 40 ഡിഗ്രി. അപ്പോൾ ഈ കോണ് അല്ലെങ്കിൽ ഇവിടുത്തെ കോണ് എന്ന് പറയുന്നത് 40 ആയിരിക്കും. ഇവിടെയും 40 ആയിരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇതും 40 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കോണ് 40 ഡിഗ്രി ഇവിടെ പ്രൊട്രാക്ടർ വെച്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് 3 സെൻറ്റിമീറ്റർ നിങ്ങൾ ഇങ്ങോട്ട് വരക്കുക. ഇവിടെ 140 വെച്ച് അടയാളപ്പെടുത്തി ഇവിടുന്ന് 3 സെൻറ്റിമീറ്റർ വരക്കുക. 2 വരയും കൂടെ യോജിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സാമാന്തരികം കിട്ടും. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിലെ പ്രവർത്തനം എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാഠഭാഗം കൂടെയാണ്. അടുത്തത് 10ാമത്തെ ചാപ്റ്ററാണ് സംഖ്യാബന്ധങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.